ഞാനേ ഉച്ചക്കത്ത് ഞങ്ങളുടെ കറിയൊക്കെ എന്നെ വെക്കുന്നത് കാണിച്ചേക്കാമല്ലോ ഓർത്തേ. ഞാൻ നല്ല ഡ്രസ്സിനോട്ട് നിൽക്കുന്നതേ ഫുഡ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയല്ല കേട്ടോ. പള്ളിയിൽ പോയി ചെന്നിട്ട് ഞാൻ പിന്നെ ഡ്രസ്സ് മാറ്റിയില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് മാറ്റാമല്ലോ ഓർത്തേ. ഞാൻ നേരത്തെ തന്നെ ഉരുളി വെച്ചു, ചൂടായേ, കടുവും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളിന്ന് കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കിഴങ്ങ് മെഴുക്കുവരട്ടി, സബോള, പച്ചമുളക് ഞാൻ ചേർക്കത്തില്ലേ, സബോള ഇടുവാണ്. സബോള ആദ്യം ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ടെ, ചെറുതായിട്ട് മതി. ഇനി അതിലോട്ട് ലേശം ഉപ്പ് മതി കേട്ടോ. ഉപ്പിട്ടു. ഇതൊന്ന് വഴണ്ട് നോക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കാവേ. ഇതൊന്ന് അടച്ച് വെച്ചു. അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. 2 മിനിറ്റ് മതിയേ. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളൊക്കെ എന്നാ ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കറിയൊക്കെ എന്നാ ഉച്ചയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരുമേ. ഇങ്ങനെ ഒരു ചെറിയൊരു വാടൽ മതി സബോള. പിന്നെ അതിലോട്ട് ലേശം മഞ്ഞൾപ്പൊടിയാണേ. അതിനകത്തിൻ്റെ പരുവത്തിനനുസരിച്ച് എനിക്ക് കണക്ക് പറയാൻ അറിയത്തില്ല, ലേശം ഇട്ടാൽ മതി. അതൊന്ന് ഇളക്കിയ ഇനി അതിലോട്ട് നമ്മുടെ മെയിൻ സാധനം ചതമുളക്. ഞാൻ മെഴുക്ക് വരട്ടിക്കൊക്കെ അങ്ങനെ മുളക് പൊടി ചേർക്കാറില്ല. ഇതിങ്ങനെ ചതച്ച് വെച്ചേക്കുന്നത് കൊണ്ട് ചതമുളകാണ് ഞാൻ ചേർക്കുന്നത്. അധികം എരിവ് വരത്തില്ലല്ലോ ഇതിന്, അതുകൊണ്ടാണ് ചതമുളക് ചേർത്തത്. അതിലോട്ട് ലേശം മസാലയെ, ഇത് നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുന്നത് ലേശം അതും ചേർത്തു. അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മുടെ കിഴങ്ങ് അരിഞ്ഞ് വെച്ചേക്കുന്നത് കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അത് അവിടെ നിന്നാകട്ടെ, നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്തത് വയ്ക്കാം. അടുത്തത് കഴിഞ്ഞ ദിവസം ഞാൻ മാന്തൽ കറി വെച്ചില്ലായിരുന്നു, നങ്ക്. അതിൻ്റെ ഒരു 4-5 എണ്ണം ഇരിപ്പുണ്ട്. അത് നമുക്ക് വറുക്കാം. അതിന് ഞാൻ ചെറിയൊരു പാത്രം വെച്ച് കണ്ടോ, അതൊന്ന് ചൂടാകട്ടെ. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനും അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ലേശം മതി ഓയിൽ, ലേശം ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ചുറ്റിക്കുവാണേ, എല്ലാ സൈഡിലുമായി എണ്ണയുടെ ഒന്ന് വരാനായിട്ട് ചുറ്റിച്ചു കൊടുത്തു. ഒന്ന്
ഇതാകട്ടെ. പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ വറക്കുന്നതിന് ഞാൻ ചേർക്കാറില്ല പൊതുവെ. പിന്നെ ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് മാന്തൽ, പിന്നെ സവോള ഉണ്ട്. ഞാൻ ഈ മാന്തൽ തന്നെ അത് ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇത് കുറച്ച് വെക്കാം, ഇതിന് കട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഇതായിപ്പോവും. കൈ വെച്ചിട്ടുവാണേ, സ്പൂൺ വെച്ചിട്ടിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. എല്ലാം കൂടെ കൊള്ളും ഇതിനകത്ത്. ചെറിയ വലിയ ഇതില്ലാത്ത മീനാണ്. ഓഡിയോ എത്ര പേർക്ക് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ക്ഷമിക്കുക. ഇതൊന്ന് സെറ്റാകട്ടെ. വലിയ നേരം വേണ്ട അതിന്. ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങ് എവിടെ വരെ നോക്കാവേ. ചൂടുണ്ടേ. ഞാൻ സാധാരണ അങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കഴിവുള്ളൂ. വെന്തിട്ടില്ല കിഴങ്ങൊക്കെ. ഇനി ഞാൻ കുറച്ച് അയച്ചേക്കുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് മൂടി വെക്കാം, അവിടെ ഇരിക്കട്ടെ. ലേശം തീ കൂട്ടി വെക്കാം. ഞാൻ ചെറിയ ഇതിലാണ് വെച്ചേക്കുന്നത്, ചെറിയ ബർണറില്ലേ നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ, അതിൻ്റെ ചെറിയ ബർണറിലാണ് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്ന എൻ്റെ ചേച്ചിയുടെ മകളാണ് കേട്ടോ. വിളിച്ച ഉടനെ വന്നേ പുള്ളിക്കാരത്തി, അതൊക്കെ ഇഷ്ടമാണ് വലിയ. ഇതൊന്നും മുരിഞ്ഞ് വരട്ടെ. കളറൊന്നും മാറിക്കോട്ടെ അതിൻ്റെ. എന്നിട്ട് നമുക്ക് ചെറുത് വലിയ മാംസക്കട്ടി ഇല്ലാത്തതല്ലേ ഇതിന്. അത് പെട്ടെന്ന് തന്നെ ഇതാകും. സിമ്പിൾ കറി, തട്ടിക്കൂട്ട് കറി, പെട്ടെന്ന് നമുക്ക് വെക്കാം. ഇതൊന്നും മൊരിയട്ടെ, അവിടെ കിടന്നത് മൊരിയട്ടെ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് മൊരിച്ചെടുക്കാം. ഒരാൾക്ക് ചുമ വരുന്നുണ്ട് ഇതിൻ്റെ ഇതടിച്ചിട്ടേ. പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കടിച്ച് പിടിക്കുവാ ചുമ.
ഇങ്ങനെ മതിയേ. ഇനി നമുക്ക് ഇത് വേറെ ഒരു തൊട്ട് കോരാവേ. ഒരു മിനിറ്റ്, ഒരു പാത്രത്തിട്ട് കോരിയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് സവോള ഇല്ലേ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ആ സവോള ഈ മീൻ വറുത്ത് അതിനകത്തോട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ കുറവാണെങ്കിൽ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണ്. എനിക്കും ചുമ വരുന്നുണ്ട്. ലേശം വരും. ഏകദേശം തീ കൂട്ടി വെക്കാം. നമുക്ക് അത് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിഴങ്ങ് എവിടെ വരെ ആയെന്ന് നോക്കാം. ഇങ്ങനെ കിട്ടണം കിഴങ്ങിൻ്റെ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തേ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടണം കിഴങ്ങ്. ഡ്രൈ ആയിട്ട് വെന്ത് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കുത്തുമ്പോഴത്തേക്കും രണ്ടായിട്ട് പോകുന്നുണ്ടോ? ഇത് വെന്തോ നല്ലതുപോലെ. ഇത് കരിഞ്ഞതല്ല കേട്ടോ, ഇത് മറ്റേ മുളക് ഇല്ലേ അതിൻ്റെ കിടക്കുന്നത്. ഭയങ്കര വെട്ടം, നല്ല വെയിലുണ്ട്. അതാ കണ്ടോ കിഴങ്ങ്. അത് ഞാനിവിടെ അടച്ചു വെച്ചേ. ഇനി നമുക്ക് നമ്മുടെ സബോള എവിടം വരാൻ നോക്കാം. ഒന്ന് വഴണ്ട് വരട്ടെ, അതവിടെ ഇരിക്കട്ടെ. തീ ഞാൻ എന്താ കുറച്ചാണ് വെച്ചേക്കുന്നത്. തീയെ ഭയങ്കര വെയിലാണ് ഇവിടെ, ഒന്നും കാണാൻ പറ്റാത്ത ഭയങ്കര വെയിലാണ്. നോക്കാം, അവയെ തീ കൂട്ടി വെച്ചേക്കല്ലേ, പെട്ടെന്ന് ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അത് കേട്ടോ, ഈ ഒരു പരുവത്തിലോട്ട് ഇതാ മുളക് പൊടിയേ ലേശം മതി കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഇതിന് ഉപ്പ് ഉണ്ടല്ലോ, ഉണക്കമീനല്ലേ, ആവശ്യത്തിന് ഉപ്പുണ്ട് ഇതിന്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. അതൊന്ന് കുറച്ച് നേരം. ഇനി ഈ മീനില്ലേ, കാണാൻ ഭയങ്കര വെട്ടം വെയിലാണ്. ഈ മീൻ ഇതാ ഇതിലോട്ട് കുടഞ്ഞിടുക. ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുക.
നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ. ആ സബോള മാത്രം നമുക്ക് കടിച്ചു കൂട്ടി ചോറ് കഴിക്കാം. ചെറിയൊരു കടിക്കുന്ന പരുവത്തിനാണ് ഞാൻ സബോള ഇട്ടേക്കുന്നത്. ഒരുപാട് അങ്ങ് വഴണ്ട് വന്നിട്ടില്ല സബോള. കണ്ടോ, ഇങ്ങനെ ഇരിക്കുമേ. അപ്പം എന്താ ഇത്രയേ ഉള്ളൂ. തീ ഞാൻ എന്താ ഓഫ് ചെയ്തു, മൂടി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.